സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ആലപ്പുഴയിൽ 30-കാരൻ ജീവനൊടുക്കി. ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി വൈശാഖ് മോഹനാണ് മരിച്ചത്. കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ തിങ്കളാഴ്ച നടത്തിയ അദാലത്തിൽ വായ്പാ തിരിച്ചടവിന് സാവകാശം അനുവദിക്കാത്തതോടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അത് തീർത്തും ശരി തന്നെയാണ്. ജീവനക്കാരുടെ ഒരു സഹകരണം, അവിടുത്തെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വായ്പക്കാരനുമായിട്ടൊക്കെയുള്ള ഒരു സഹകരണത്തിൻ്റെ ഒരു മോശമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. കാര്യം 2015 ഈ വായ്പ എടുത്തത്. ആ വായ്പ ഈ പറയുന്ന പേരൊക്കെ മുത്തച്ഛനെടുത്ത. അപ്പോൾ അതിൻ്റെ അവകാശികൾ ശരിക്കും ഓമനയും ആനന്ദവല്ലി അമ്പി, ഇവർ 3 മക്കളാണ്. 3 പേർക്കാണ് അവകാശം. ആ രാഘവൻ്റെ മരണത്തിന് ശേഷം ആ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അദാലത്ത് വെച്ചിരുന്നു. സൊസൈറ്റി ഹിയറിങ്ങിന് വെച്ച് അത് കോടതിയിൽ പോയതിൻ്റെ പേരിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം പരാജയപ്പെടുകയായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മൊഴി എടുത്ത് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ആ അമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് FIR നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. FIRൻ്റെ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് അതിൻ്റെ ഈ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള നിയമപരമായിട്ട് ഇവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ, സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മക്ക് വരുന്ന വികാരം എന്താണെന്നുള്ള നമുക്ക് അറിയാമല്ലോ. അപ്പോൾ തിരിച്ച് ഇനി ഭാവിയിൽ ആ അമ്മയെ സംരക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കുടുംബത്തെ ഇനി ഒരു അത്താണിയായിട്ട് വരുമാന മാർഗം നഷ്ടപ്പെട്ട ഈ നിലയിൽ ഇത് ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഇതിന് ഉചിതമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സൊസൈറ്റിയും ഭരണസമിതിയും എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത് ജപ്തി നടപടിയുടെ ഭാഗമായി താമസക്കാരെ വീടുകളിൽ നിന്നും ഇറക്കി വിടരുതെന്ന്. പ്രത്യേകിച്ചും ബാങ്കുകൾ ഒരു വെറും പണമിടപാട് സ്ഥാപനമായി മാത്രം മാറരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. വായ്പാ തിരിച്ചടവിനുള്ള സാവകാശം പോലും ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു യുവാവ് ജീവനൊടുക്കുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? ടോമ, കഴിഞ്ഞ 27-നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അദാലത്ത്, അതായത് കണിച്ചുകുളങ്ങര സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അദാലത്ത് നടക്കുന്നത്. 27-നുള്ള അദാലത്തിൽ അവിടെ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി ഉണ്ടായിരുന്നു. 30-കാരനായ വൈശാഖ് മോഹനാണ് ആത്മഹത്യ ചെയ്തത്. വൈശാഖും അമ്മ ഓമനയും 27-ന് ചേർന്ന അദാലത്തിൽ ചെന്നിരുന്നു. ആദ്യം അമ്മയാണ് ചെന്നത്. പിന്നീട് മകനെ കൂടി കൊണ്ടുവരണമെന്ന നിർദ്ദേശം ബാങ്ക് അധികൃതർ വെച്ചു. അങ്ങനെ അമ്മയും മകനും കൂടി ചെന്ന ഘട്ടത്തിൽ 3,92,000 രൂപ തിരിച്ചടവ് നടത്തണം എന്നുള്ള നിർബന്ധം അവർ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, പണം ഇനി അതിനകത്ത്, അതായത് 10 വർഷത്തിന് മേലായി വായ്പ എടുത്തിട്ട് 1.5 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ 1.5 ലക്ഷം രൂപ വായ്പ 10 വർഷം സാവകാശം നൽകിയിട്ടും തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു സാവകാശം തരുന്നതിൽ കാര്യമില്ല എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയത്. തുടർന്ന് ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഓമനയോട് പറയുന്നു. ഓമനയ്ക്ക് തിരിച്ചടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ മകനുമായി എത്താനുള്ള നിർദ്ദേശം നൽകുന്നു. അങ്ങനെയാണ് വൈശാഖ് മോഹനുമായി അമ്മ ബാങ്കിലേക്ക് എത്തുന്നത്. ബാങ്കിലെത്തിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സഹകരണ ബാങ്ക് അധികൃതർ പറയുന്നു. ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കയർത്തൊഴിലാളിയായിരുന്നു ഈ വൈശാഖ് മോഹൻ. പിന്നീട് ഈ വായ്പ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് വേണ്ടിയാണ് ഒരു സ്റ്റുഡിയോയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ആ ജോലിയിൽ തുടങ്ങി കുറച്ച് നാളെ ആകുന്നുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഈ വായ്പാ പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയും തുടർന്ന് ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ സഹകരണ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഈ കുടുംബം ഉന്നയിച്ചതുപോലെ ഈ സാവകാശം, വായ്പാ തിരിച്ചടവിനുള്ള സാവകാശം എന്തുകൊണ്ടാണ് ബാങ്ക് അധികൃതർ നൽകാതിരുന്നത്? അവർ പറയുന്നത് 10 വർഷക്കാലമായിട്ട് ഇതിനകത്തൊരു തിരിച്ചടവ് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. 1.5 ലക്ഷം രൂപ 10 വർഷമായിട്ട് ഇവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ സാധാരണ നടപടിക്രമങ്ങളുമായി മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആണ് ഈ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ, ഈ 3,92,000 രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് അവർ പോകും, വീട് വിടേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട്
നിലയിലാണ് എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പോലീസും അതാണ് വ്യക്തമാക്കുന്നത്. 10 വർഷക്കാലം സാവകാശം നൽകിയിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. പക്ഷേ ഈ 30 വയസ്സുകാരൻ അയാൾ ഈ സംഭവം, അതായത് ഇത്തരത്തിലൊരു ജപ്തി നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു മനോവിഷമത്തിൽ കൂടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അമ്മയുമായി ഇവർ ഒരുമിച്ച് ബാങ്കിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മയോട് കടയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കടയിലേക്ക് പോവുകയും വൈശാഖ് നേരെ വീട്ടിലേക്ക് വരികയുമായിരുന്നു. വീട്ടിലെത്തി അമ്മ വീട്ടിലെത്തുന്ന സമയം കൊണ്ട് തൂങ്ങി മരിച്ച നിലയിൽ വൈശാഖിനെ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ജപ്തി ഭീഷണിയെ തുടർന്നാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ബാങ്ക് അധികൃതർ പറയുന്നത് ബാങ്കിന് 10 വർഷക്കാലം സാവകാശം ബാങ്ക് നൽകി എന്നുള്ളത് അവരും വ്യക്തമാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇങ്ങനൊരു മരണം ഉണ്ടായതിനു ശേഷം ഈ ബാങ്ക് അധികൃതർ ഈ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രതിഷേധം അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ബാങ്ക് അധികൃതർ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ബാങ്ക് അധികൃതർ ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാരാരിക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. നിലവിൽ ബാങ്ക് അധികൃതരെയോ മറ്റാളുകളെയോ പ്രതി ചേർത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ മുത്തശ്ശന്റെ പേരിലുള്ളതായിരുന്നു ഈ സ്ഥലം. മുത്തശ്ശൻ മരണപ്പെട്ടതോടുകൂടിയാണ് ഈ തിരിച്ചടവിന്റെ ബാധ്യത, അതായത് ഈ ആത്മഹത്യ ചെയ്ത ആളുടെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ വായ്പ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശൻ മരണപ്പെട്ടതോടുകൂടി ആ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത് ഈ വൈശാഖിന്റെ അമ്മയും ഓമനയും ഒപ്പം തന്നെ വൈശാഖുമാണ്. പക്ഷേ അതോടുകൂടി മുത്തശ്ശന്റെ മരണത്തോടുകൂടി ബാധ്യത ഇവർക്ക് തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഇവർക്കത് കൃത്യമായി അടക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകി.